ഫെബ്രുവരി 11 വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അതെനിക്കൊരു പേപ്പർ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായില്ലേ, കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്ത വിസയുടെ കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറേ മെയിലയച്ച് അയക്കിയപ്പോഴാണ് എൻ്റെ പേരിലത് കളക്ട് ചെയ്യാനുള്ള സ്ലോട്ട് സ്റ്റാഫ് ചെയ്തിട്ടുണ്ടായില്ല എന്ന് അറിയുന്നു. എന്നിട്ട് ഞാനത് വേണ്ടി രജിസ്റ്റർ ചെയ്ത് അപ്പോയിൻമെൻ്റൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് ഏപ്രിലിൽ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് വിസ കാർഡ് കിട്ടാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഇന്ന് ഓഗസ്റ്റ് 7 അപ്പോൾ ഞാൻ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് വരെ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസം വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ 4 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഇപ്പോഴാണ് ഓഗസ്റ്റിലാണ് ടെർമിനേറ്റ്. അപ്പോൾ എനിക്കാകെ ഭയങ്കര ടെൻഷനുണ്ട്. എന്തൊക്കെ പേപ്പറാണെങ്കിൽ അവർ ചോദിക്കുക, എന്താണ് അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള മെഷീനിൽ നമ്മൾ ഒരു പിന്നടിച്ചു കൊടുത്തിട്ട് കവറാണ് എടുക്കുകയാണ് വേണ്ടത് എന്നാണ്. എനിക്കാണെങ്കിൽ ഒരു ഭയങ്കരമായൊരു പ്രശ്നമുണ്ട്. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര ടെൻഷൻ. എനിക്ക് ഒരു വഴി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാനോ. അതുകൊണ്ട് ഞാൻ ആകെ സ്ട്രെസ്സായിട്ട് ഞാൻ 1 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആകെ ഒരു 15 മിനിറ്റ്, 1/2 മണിക്കൂറിൻ്റെ വഴിയുള്ളൂ. അപ്പോയിൻമെൻറ്റ് കിട്ടിയതിനേക്കാൾ 1 മണിക്കൂർ മുന്നേ എത്തണ പോലെ ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ പേപ്പർ കറക്റ്റായിട്ട് വേണ്ടതെന്ന് എനിക്ക് മെയിലിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ടും പിന്നെ അന്ന് വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മളതിൽ എക്സ്ട്രാ വിസ വരുന്നവരെ യൂസ് ചെയ്യുന്നൊരു കാർഡ് ഉണ്ടാവുമല്ലോ, അതും മാത്രം മതി. പിന്നെ എന്തൊക്കെയോ 1-2 സംഭവങ്ങളും കൂടെ അവിടെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ വേറെ ഇമിഗ്രൻസ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താ അവരിനി നമ്മളടുത്ത് എക്സ്ട്രാ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ ഫയലും എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കണേ. അപ്പോൾ എങ്ങനെയാവും ആലോചിച്ച് ടെൻഷനായിട്ട് വയ്യത്. ഇന്നത്തെ ഈ 1 മണിക്കൂറും കൂടെ ഒന്ന് കഴിയാണ്ട് ഒരു സമാധാനം ഇല്ലാതെ ആണ് ഞാനിരിക്കണേ. അപ്പം ഇനി ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി കാർഡ് മെഷീൻ ത്രൂ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് ഞാൻ കാണുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. അല്ലാതെ അവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയാണ് ഇവിടുത്തെ സംഭവം എന്ന്. ആ കാണുന്ന ബിൽഡിങ്ങാണ് ഹൗസ്ലാൻഡർ ബെഹോഡ്. ഇവിടെ തന്നെ ആയിരിക്കും അപ്പോയിൻമെൻറ്റ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോണേ. ഓരോ വട്ടം ഓരോ സ്ഥലത്താണ് ഉണ്ടാവില്ലേ. അപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കാർഡ് കിട്ടി ഗൈസ്. ഇത് ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷെ ഞാൻ ആ ടെൻഷൻ അടിച്ച് എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞത് ഒരു മെഷീനിൽ നമ്മളുടെ കാർഡ് പിന്നടിച്ച് ഒരു പിന്ന് നമുക്ക് വന്നിട്ടുണ്ടാവും. അത് അടിച്ചു കൊടുത്ത് മെഷീനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാമെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ എൻ്റെ പാസ്പോർട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കാർഡ് കിട്ടും നമുക്ക് വിസ കിട്ടണവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതും മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ വിസ കിട്ടി ഗൈസ്, എക്സ്റ്റെൻഡ് ചെയ്തത്. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് അറിയാം. 3 മാസം വൈകിയപ്പോൾ ഞാൻ ആകെ സ്ട്രെസ്സായിട്ട് എനിക്ക് ആകെ എല്ലാവർക്കും എൻ്റെ ഒപ്പം ചെയ്തവർക്കും അതിന് ശേഷം ചെയ്തവർക്കൊക്കെ വന്നു, എനിക്ക് മാത്രം വന്നില്ല. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇത് കിട്ടിയപ്പോൾ ഭയങ്കര എന്തോ ഒരു ഭാരം ഇറങ്ങിയ പോലത്തെ ഒരു ഫീല്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുട്ടി വീഡിയോ. ഞാനിത് എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. ഇതിൽ ഞാൻ മുന്നേ റെക്കോർഡ് ചെയ്ത് ചെറിയ ബിറ്റ്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് നോയിസ് ക്യാൻസലേഷൻ ഞാൻ ഓണാക്കിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഭയങ്കര നോയ്സും എൻ്റെ സൗണ്ട് ഭയങ്കര കുറവാണ് കണ്ടത്. പക്ഷേ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബൈ.